സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളത്. ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന പരാതി സർക്കാർ അന്വേഷിക്കും. ദുരനുഭവം ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞ വിൻസിയുടെ നിലപാടിനെ പ്രശംസിച്ചും മന്ത്രി സജി ചെറിയാൻ. ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, വിൻസി നിയമ നടപടിയുമായി മുന്നോട്ടില്ല എന്ന് പറയുമ്പോഴും മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് സജി ചെറിയാൻ പറയുകയാണ്. ഈ കേസിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും സർക്കാർ നടത്തുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച് നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സർക്കാർ ഗൗരവമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ പരാതി സർക്കാരിലേക്ക് എത്തുന്ന മുറയ്ക്ക് സർക്കാർ ഇത് കാര്യക്ഷമമായി അന്വേഷിക്കും. മാത്രമല്ല, മുൻപും ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നപ്പോൾ അത് സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നതായും സർക്കാരിന്റെ നിലപാട് സംഘടനകളെ അറിയിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഈ നിലപാട് ഈ വിവിധ സംഘടനകൾ, സിനിമാ മേഖലയിൽ വിവിധ സംഘടനകൾ ആ സർക്കാരിന്റെ നിലപാടിനോട് യോജിക്കുകയും ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, സർക്കാരിന്റെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന് അറിയിച്ചിട്ടുള്ളതുമാണ്. വീണ്ടും ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തെ പറ്റിയിട്ടുള്ള പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇനി കടുത്ത നടപടികളിലേക്കായിരിക്കും സർക്കാർ നീങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ സർക്കാരിന്റെ തന്നെ മറ്റു മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും അക്കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. സിനിമാ മേഖലയിലെ സെറ്റുകളിൽ, സിനിമാ ചിത്രീകരണം നടക്കുന്ന സെറ്റുകളിൽ ലഹരി പരിശോധന നടത്തുന്നതിനടക്കമുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന സിനിമാ കോൺക്ലേവിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ നടിയുടെ പരാതിയിൽ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് നടി ഇത്തരത്തിൽ പൊതുവേദിയിൽ ഇത്തരം ഒരു അനുഭവം തുറന്നു പറഞ്ഞതിനെ പ്രശംസിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് സജി ചെറിയാൻ. ഏതായാലും ഇപ്പോൾ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സർക്കാർ കൂടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയുടെ നിലപാടെടുത്ത സ്ഥിതിക്ക് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, ദേവൻ, ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടില്ല എന്ന് നടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സിനിമാ സംഘടനകൾക്കകത്ത് മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് സർക്കാർ ഏത് തരത്തിലായിരിക്കും അന്വേഷിക്കുക? ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും ഇതിന്റെ മൊഴി നൽകൽ അടക്കമുള്ള കാര്യങ്ങളോട് വിൻസി സഹകരിക്കുമോ എന്ന് പോലും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ലക്ഷ്മി, അത് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത്. നടി വിൻസി അലോഷ്യസ് പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്നു പറച്ചിൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പോലും ഈ നടന്റെ പേര് ആദ്യഘട്ടത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നില്ല. മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് പ്രവർത്തകരായ സിനിമയും ബന്ധപ്പെട്ട മറ്റാളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു നടന്റെ പേര് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഈ ഒരു പരാതി കൂടി അന്വേഷിക്കുക. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ആലപ്പുഴയിലെ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് അതിൽ പ്രതിയായിട്ടുള്ള കസ്റ്റഡിയിലുള്ള തസ്ലീമ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ നടനെതിരെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിരന്തരമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് ഒരു സ്വമേധയാ ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യത കൂടി വരുന്നുണ്ട്. മാത്രമല്ല, പോലീസ് സംവിധാനത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം നടത്തുക. സിനിമാ സെറ്റുകളിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി സർക്കാർ നടത്തുന്നു. പക്ഷെ അതിന് ഈ സിനിമാ സംഘടനയിലുള്ള ആൾക്കാരുടെ ഒരു പിന്തുണ കൂടി സർക്കാരിന് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ വിവിധ സംഘടനകൾ, സിനിമാ മേഖലയിലെ താരങ്ങളുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും അടക്കമുള്ള സംഘടനകളുടെ ഒരു പിന്തുണ കൂടി ഈ ഒരു കാര്യത്തിന് സർക്കാരിന് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു സംഘടനകളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെതിരെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇതിനെ ഒരു നടപടി എടുക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ മുൻപും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് സർക്കാർ ഈ കാര്യവുമായി സംഘടനകളുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ഒരു പരിശോധനയ്ക്ക്, അല്ലെങ്കിൽ സെറ്റുകളിലെ പരിശോധനയ്ക്ക് സർക്കാർ അല്ലെങ്കിൽ സിനിമാ സംഘടനകൾ തയ്യാറാണെന്നുള്ള ഒരു കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം കാര്യക്ഷമമായി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു വിശാലമായ ഒരു സംവിധാനം, ഈ സംഘടനകളുടെ അടക്കം പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലഹരി കേസുകളിൽ, സെറ്റുകളിലെ ലഹരി കേസുകളിൽ ഒരു തുറന്ന നിലപാട് അല്ലെങ്കിൽ കാര്യക്ഷമമായ നിലപാടെടുക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. ആ ഒരു പിന്തുണ കൂടി സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമേ ഈ ഒരു ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് മന്ത്രിയും പറയുന്നത്. അതിന് സിനിമാ മേഖലയിലുള്ള മുഴുവൻ പ്രവർത്തകരുടെയും, ഈ സംഘടനകളുടെയും താരങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ കൂടി സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ദേവൻ എം പി ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.